Hi students, welcome to a new class. Today we are going to discuss about evolution of marketing or marketing concept. മാർക്കറ്റിംഗ് ഇവല്യൂഷൻ ചെയ്തിട്ടുള്ളത്, മാർക്കറ്റിംഗ് ഉണ്ടായി തീർന്നിട്ടുള്ളത്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച്, അതുപോലെ മാർക്കറ്റിംഗ് എന്ന ആശയത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. Marketing, like the universe, has not been invented on a particular day. മാർക്കറ്റിംഗ് എന്നത് നമ്മുടെ പ്രപഞ്ചം പോലെ തന്നെ ഇൻവെൻ്റ് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത് ഒരു പ്രത്യേക ദിവസമല്ല. ഇറ്റ് ഹാസ് ഇവോൾവ്ഡ്, അത് ആവിർഭവിക്കുകയായിരുന്നു. ഒരുപാട് ഘട്ടങ്ങളിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് മാർക്കറ്റിംഗ്, ഇന്ന് നമ്മൾ കാണുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു പർട്ടിക്കുലർ ഡേ ഇൻവെൻറ്റ് ചെയ്തതല്ല. നമ്മുടെ പ്രപഞ്ചം പോലെ തന്നെ നിരവധി പരിണാമഘട്ടങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ആവിർഭവിച്ചിട്ടുള്ളതാണ്, ഉണ്ടായി തീർന്നിട്ടുള്ളതാണെന്ത് മാർക്കറ്റിംഗ് എന്നുള്ളത്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആസ് ഡെവലപ്ഡ് ഗ്രാജ്വലി പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. മാർക്കറ്റിംഗ് എന്ന ആശയം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, വികസിച്ചിട്ടുള്ളത്, വികാസം പ്രാപിച്ചിട്ടുള്ളത് ഗ്രാജ്വലിയാണ്, പതിയെ പതിയെയാണ്. പാസിംഗ് ത്രൂ സെവറൽ സ്റ്റേജസ്, വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ടാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റേജസ്, ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5 തരത്തിൽ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഇവല്യൂഷനെ നമുക്ക് തരംതിരിക്കാം. 5 ഘട്ടങ്ങളിലൂടെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആശയം ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. മൂന്നാമത്തേത് സെല്ലിംഗ് കൺസെപ്റ്റ്. നാലാമത്തേത് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അഞ്ചാമത്തേത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. These are the 5 concepts related with the development of marketing. മാർക്കറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള 5 ഘട്ടങ്ങളാണ്, 5 ഫേസസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ഘട്ടം പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ സ്റ്റേജ് ഓർ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്നറിയപ്പെടുന്നു. The production concept or production orientation concept was in the period 1869 and 1900. എന്താ പറയുന്നത്? 1869 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ സ്റ്റേജ് അഥവാ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഉള്ളത് എന്ന് പറയാൻ സാധിക്കും. ഇത് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഇവല്യൂഷൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ്. The production concept all that the consumers prefer the goods which are easily available at lower prices. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്, ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത്, അവരാഗ്രഹിക്കുന്നത് എന്ത് തരത്തിലുള്ള സാധനങ്ങളാണ്? ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള, അറ്റ് ലോവർ പ്രൈസസ്, കുറഞ്ഞ വിലയിൽ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്നത് എന്നാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. ദെർഫോർ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ്, വളരെ അത്യാവശ്യമാണ് ഉൽപ്പാദിപ്പിക്കേണ്ട. എങ്ങനെ? ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ലോവർ കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ക്വാണ്ടിറ്റി, കൂടുതൽ എണ്ണം ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. The customers have no choice as per this concept. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സ് ഹാവ് നോ ചോയ്സ്, കസ്റ്റമേഴ്സിന് എന്തില്ല? ചോയ്സ് ഇല്ല, തിരഞ്ഞെടുക്കുവാനുള്ള ഒരുപാട് ചോയ്സുകളൊന്നുമില്ല. ദേ ഹാവ് ടു ടേക്ക് വാട്ട് ഈസ് ബീയിങ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസേഴ്സ് എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് ഈ കൺസെപ്റ്റ് പ്രകാരം ഉള്ളത്. ബിലീവ്ഡ് ദാറ്റ് കൺസ്യൂമേഴ്സ് പ്രിഫർ അവൈലബിൾ ഗുഡ്സ്, ലഭ്യമായ ഉൽപ്പന്നങ്ങളെയാണ് ഉപഭോക്താക്കൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് ഈ കൺസെപ്റ്റിലുള്ളത്. അതുപോലെ തന്നെ എഫേർട്സ് ഓൺ റെഡ്യൂസിങ് കോസ്റ്റ് ടു പ്രൊവൈഡ് ഇൻഎക്സ്പെൻസീവ് ഗുഡ്സ്,
റെഡ്യൂസിങ് കോസ്റ്റ് ടു പ്രൊവൈഡ് ഇൻഎക്സ്പെൻസീവ് ഗുഡ്സ്. എന്ത് ചെയ്യുന്നു? ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി റെഡ്യൂസിങ് കോസ്റ്റുകൾ എന്ത് ചെയ്യുക, കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. ഇതാണ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. പ്രൊഡക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലാർജ് ക്വാണ്ടിറ്റി ഓർ മാസ് പ്രൊഡക്ഷൻ അറ്റ് ചീപ്പ് റേറ്റ്. വളരെ കുറഞ്ഞ വിലയിൽ എന്ത് ചെയ്യുക, വളരെ കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യുക, കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. 1900 മുതൽ 1930 വരെയുള്ള കാലയളവിലാണ് ഈ ഒരു കൺസെപ്റ്റ് നിലനിന്നിരുന്നത്. ദിസ് കൺസെപ്റ്റ് ഹോൾഡ് ദാറ്റ് കൺസ്യൂമേഴ്സ് ഫേവർ ദി പ്രൊഡക്റ്റ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി, ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഇന്നൊവേറ്റീവ് ഫീച്ചേഴ്സ്. ഉയർന്ന ഗുണമേന്മയുള്ള, ബെറ്റർ പെർഫോമൻസ് ഉള്ള, ഏറ്റവും പുതിയ സവിശേഷതകളുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. സുപ്പീരിയർ ക്വാളിറ്റിയും ബെസ്റ്റ് ആൻഡ് ബെറ്റർ പെർഫോമൻസുമുള്ള, ഇന്നൊവേറ്റീവായിട്ടുള്ള, നൂതനമായിട്ടുള്ള സവിശേഷതകളുള്ള ഉൽപ്പന്നങ്ങളെയാണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ദെർഫോർ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് റിക്വയേഴ്സ് കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിലവാരത്തിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്ലാനിങ് വേണം, ഡെവലപ്മെൻറ്റ് വേണം, ഇംപ്രൂവ്മെൻറ്റ് വേണം, തുടർച്ചയായിട്ടുള്ള പ്രൊഡക്റ്റ് പ്ലാനിങ് വേണം, തുടർച്ചയായിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് വേണം, തുടർച്ചയായിട്ടുള്ള പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് വേണം. ഇൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട നിലവാരത്തിൽ. എന്നാൽ മാത്രമേ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് പോസിബിൾ ആവുകയുള്ളൂ എന്നാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. കൺസ്യൂമേഴ്സിന് ബെറ്റർ ക്വാളിറ്റിയിലുള്ള, ബെറ്റർ പെർഫോമൻസിലുള്ള, ഇന്നൊവേറ്റീവ് ഫീച്ചേഴ്സുള്ള പ്രൊഡക്റ്റുകളാണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്, ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ഗുഡ് പ്രൊഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ്. ഇത് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന, അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ ഗുഡ് പ്രൊഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ്. ഒരു നല്ല പ്രൊഡക്റ്റ് അത് സ്വയമേവ തന്നെ എന്ത് ചെയ്യും, വിറ്റുപോകും, വിൽക്കപ്പെടും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് റിയലി ഗുഡ്, ഉൽപ്പന്നം നല്ലതാണ് എങ്കിൽ, ദ പ്രൈസ് ഈസ് റീസണബിൾ, വില ന്യായമാണ് എങ്കിൽ, ദർ ഈസ് നോ നീഡ് ഫോർ സ്പെഷ്യൽ മാർക്കറ്റിംഗ് എഫേർട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ടുള്ള വിപണന ശ്രമങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇൻ ഷോർട്ട്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഗീവ്സ് ഡ്യൂ ടു ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിക്കും ബെറ്റർ പെർഫോമൻസിനുമാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. മൂന്നാമത്തേതാണ് സെയിൽസ് ഓറിയൻറ്റേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ സെല്ലിംഗ് കൺസെപ്റ്റ് എന്നുള്ളത്. 1930 മുതൽ 1950 വരെ നിലനിന്നിരുന്ന ഒരാശയമായിരുന്നു ഇത്. ഈ കാലയളവിലാണ് ഈ ആശയം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ നോട്ട് ബൈ ഗുഡ്സ് വളണ്ടിയർലി. സെല്ലിംഗ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ സ്വമേധയാ എന്ത് ചെയ്യില്ല, വളണ്ടറി ആയിട്ട്, സ്വയം സന്നദ്ധമായിട്ട് കൺസ്യൂമേഴ്സ് സാധനങ്ങൾ വാങ്ങില്ല എന്നുള്ളൊരു അസംഷനാണ് ഇവിടെയുള്ളത്. ദ സെല്ലർ മസ്റ്റ് ദെർഫോർ അണ്ടർടേക്ക് എ ലാർജ് സ്കെയിൽ സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ എഫേർട്സ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വിൽപ്പനക്കാരൻ വലിയ രൂപത്തിലുള്ള സെല്ലിംഗ് പ്രൊമോഷണൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് പരസ്യം നൽകേണ്ടതായിട്ടുണ്ട്, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ എസൻസ് ഓഫ് സെയിൽസ് ഓറിയൻറ്റേഷൻ ഫിലോസഫി ഈസ് ഗുഡ്സ് ആർ നോട്ട് ബോട്ട് ബട്ട് സോൾഡ്. ഗുഡ്സ് ആർ നോട്ട് ബോട്ട്, നമ്മൾ സാധനം വാങ്ങുകയല്ല, നമ്മൾ വിൽക്കുകയാണ് എന്നുള്ളൊരാശയത്തിലാണ് ഈ സെയിൽസ് ഓറിയൻറ്റേഷൻ ഫിലോസഫി ഉള്ളത്. ദ മേക്കർ ഓഫ് പ്രോഡക്റ്റ് മസ്റ്റ് സേ ദാറ്റ് ഹിസ് പ്രോഡക്റ്റ് ഈസ് ബെസ്റ്റ് ആൻഡ് ഹി ഫെയിൽസ് ഇഫ് ഹി കീപ്സ് ഇൻ മം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഉൽപ്പന്നം നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർ അയാൾ എന്ത് ചെയ്തിരിക്കണം, അയാളുടെ പ്രൊഡക്റ്റാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എന്ത് ചെയ്തിരിക്കണം, അയാൾക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് അഗ്രസീവായിട്ടുള്ള സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ എഫേർട്സ് ആവശ്യമാണ്. യൂസ്ഡ് വിത്ത് ഗുഡ്സ് വിച്ച് ബയേഴ്സ് യൂഷ്വലി ഡോണ്ട് തിങ്ക് ഓഫ് ബൈയിങ്, സച്ച് ആസ് ഇൻഷുറൻസ്. ഈ ഒരു കൺസെപ്റ്റ് പ്രധാനമായിട്ടും വരുന്ന ഇൻഷുറൻസ് പോലെയുള്ള ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. സെൽ വാട്ട് ഈസ് മെയ്ഡ്, നോട്ട് വാട്ട് മാർക്കറ്റ് വാണ്ട്സ്.
എന്താണ് ഉണ്ടാക്കിയത് അതിനെ വിൽക്കുക, അല്ലാതെ മാർക്കറ്റിൻ്റെ ആവശ്യത്തിനല്ല ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നാലാമത്തേതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ ഓർ കസ്റ്റമർ ഓറിയൻറ്റേഷൻ സ്റ്റേജ് എന്നറിയപ്പെടുന്നത്. ദിസ് ഈസ് എ മോഡേൺ കൺസെപ്റ്റ്. ഇതൊരു ആധുനികമായിട്ടുള്ളൊരു ആശയമാണ്. ഓഫ് മാർക്കറ്റിംഗ് ഓർ മാർക്കറ്റിംഗ് ഫിലോസഫി. മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫിലോസഫിയുടെ ഒരു ആധുനികമായ ഒരു ആശയം എന്ന് നമുക്കിതിനെ പറയാം. ദിസ് കൺസെപ്റ്റ് ഹോൾഡ് ദാറ്റ് ദ പ്രൈമറി ടാസ്ക് ഓഫ് എ ബിസിനസ് ഫേം ടു സ്റ്റഡി ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് ദ ഗുഡ്സ് വിച്ച് ആർ ആക്ച്വലി നീഡഡ് ബൈ ദി കൺസ്യൂമേഴ്സ്. ഈ ആശയപ്രകാരം ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രാഥമികമായ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ് പ്രൈമറി ടാസ്ക്. മാത്രമല്ല, ആൻഡ് പ്രൊഡ്യൂസ് ദ ഗുഡ്സ് വിച്ച് ആക്ച്വലി നീഡഡ് ബൈ ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് ഫേം എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റഡി നടത്തണം. എന്നിട്ട് ആ സ്റ്റഡിയുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സക്സസ്ഫുൾ കമ്പനീസ് റിയലൈസ് ദാറ്റ് ദ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഈസ് ദ ബെസ്റ്റ് അഡ്വർടൈസർ ഓഫ് ദെയർ പ്രൊഡക്റ്റ്. വിജയിച്ചിട്ടുള്ള കമ്പനികൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ, സംതൃപ്തി നേടിയിട്ടുള്ള ഒരു ഉപഭോക്താവ് ഈസ് ദ ബെസ്റ്റ് അഡ്വർടൈസർ ഫോർ ദെയർ പ്രൊഡക്റ്റ്. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഏറ്റവും നല്ല അഡ്വർടൈസർ, പരസ്യം നൽകുന്ന ആൾ എന്ന് പറയുന്നത് സംതൃപ്തനായിട്ടുള്ള ഒരു കസ്റ്റമറാണ് എന്നാണ് സക്സസ്ഫുൾ കമ്പനീസൊക്കെ റിയലൈസ് ചെയ്തിട്ടുള്ളത്. ഫോക്കസ് ഈസ് ഓൺ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഡെലിവറിങ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്, അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പറയുന്നത്. ബിൽഡ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയൽറ്റി. ലോയൽറ്റിയിലൂടെയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയും, ഉപഭോക്താക്കളുടെ സംതൃപ്തിയിലൂടെയും ഉപഭോക്താക്കളുടെ ലോയൽറ്റിയിലൂടെയുമാണ് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ഇതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അഞ്ചാമത്തേതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റ് കൺസെപ്റ്റ് എന്നുള്ളത്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഈസ് ദ ന്യൂ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് 21st century ബിസിനസ് ഫിലോസഫി. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് റെക്കഗ്നൈസസ് എവറിത്തിങ് മാറ്റേഴ്സ് ഇൻ ദി മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ എല്ലാം എന്ത് ചെയ്യുന്നു? എല്ലാ ഘടകങ്ങളും പ്രധാനമാണ് എന്നൊരാശയമാണ് ഇവിടെ വരുന്നത്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് ഈസ് നോട്ട് ഓൺലി ന്യൂ മാർക്കറ്റിംഗ് പാരഡൈം ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് എ ന്യൂ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ബിസിനസ്. ബിസിനസ്സിനെ ഒരു പുതിയ വഴിയിലൂടെ, പുതിയ മാർഗത്തിലൂടെ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്നുള്ളത്. അടുത്തതാണ് സെല്ലിംഗ് കൺസെപ്റ്റും മാർക്കറ്റിംഗ് കൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മളിവിടെ നോക്കുന്നു. ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സെല്ലിംഗ് കൺസെപ്റ്റ് ആൻഡ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഈസ് ദാറ്റ് സെല്ലിംഗ് കൺസെപ്റ്റ് ഈസ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് or sales oriented while modern concept of marketing is consumer oriented. സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡോ സെയിൽസ് ഓറിയൻറ്റഡ് ആണ് നമുക്ക് പറയാം. പക്ഷേ മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? അവർ കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണ്. ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഉള്ളത്. സെല്ലിംഗ് കൺസെപ്റ്റ് സെയിൽസിനെയോ പ്രൊഡക്റ്റിനെയോ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. സെല്ലിംഗ് കൺസെപ്റ്റ് ഫോക്കസ് ഓൺ സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നതിലാണ് സെല്ലിംഗ് കൺസെപ്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റോ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമറുടെ നീഡ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സെല്ലിംഗ് കൺസെപ്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് സെല്ലിംഗ് കൺസെപ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം. മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ലക്ഷ്യം എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കസ്റ്റമർ ഡിലൈറ്റ് എന്നുള്ളതാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ ഡിലൈറ്റുമാണ് ഒബ്ജക്റ്റീവായിട്ടുള്ളത്. സെല്ലിംഗ് കൺസെപ്റ്റ് ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആണ്, ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ലോങ് ടേമിലേക്കുള്ളതാണ്, ദീർഘകാലത്തേക്കുള്ളതാണ്. സെല്ലിംഗ് കൺസെപ്റ്റ് ഇൻവോൾവ്സ് ലെസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. വളരെ കുറച്ച് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള, സെയിൽസ് പ്രൊമോഷൻ പോലെയുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറച്ചേ സെല്ലിംഗ് കൺസെപ്റ്റിലുള്ളൂ. പക്ഷേ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് സന്തുലിതമായിട്ടുള്ള രീതിയിലുണ്ട്.
സെല്ലിംഗ് കൺസെപ്റ്റ് ഈസ് എ നാരോ കൺസെപ്റ്റ്. അതുപോലെ തന്നെ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഈസ് എ ബ്രോഡർ കൺസെപ്റ്റ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളെ കുറിച്ചുള്ളത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.